ഇപ്പോൾ നമ്മൾ കാണുന്ന കസ്റ്റെല്ലോ സന്താഞ്ചലോ, അവിടെ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടാവുകയും സെയിന്റ് മൈക്കിൾ ആർക്കേഞ്ചൽ മൈക്കിളിന്റെ ദർശനം ഉണ്ടാവുകയും റോമ ഉടൻ തന്നെ ഈ മഹാമാരിയിൽ നിന്ന് വിമുക്തമാകും എന്നുറപ്പ് ലഭിക്കുകയും ചെയ്തു. അതിന്റെ പ്രതീകമായിട്ടാണ് കസ്റ്റെല്ലോ സന്താഞ്ചലോയുടെ മുകളില് വിശുദ്ധ മൈക്കിളിന്റെ രൂപം അന്ന് സ്ഥാപിക്കപ്പെട്ടത്. ആ വഴിയിലൂടെ തന്നെയാണ് ടൈബർ നദി ക്രോസ് ചെയ്ത് നമ്മൾ പോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹോഫിന് അവിടെ നിന്നെടുത്ത് ഈ പറഞ്ഞ രീതിയിൽ വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലതുവശത്തുള്ള കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഈ പറയുന്ന പെറുജീന കവാടത്തിലൂടെ കടന്നായിരിക്കണം ജാനിക്കോളൻസിന്റെ താഴെയുള്ള തുരങ്കം വഴി ബോഡി കൊണ്ടുപോകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിലാപയാത്ര ഉടൻ തന്നെ ആരംഭിക്കുകയാണ് അല്ലേ? യെസ്, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പാപ്പയുടെ ഈ ശവമഞ്ചത്തിൽ അദ്ദേഹത്തിന്റെ രൂപമുള്ള കോയിൻസ് വെച്ചിട്ടുണ്ട്. പേപ്പൽ ഐറ്റംസ്, കോയിൻസ് ഉണ്ട്, മെഡൽസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മൈറ്റർ, ചുരുളും അതിൽ വെച്ചിട്ടുണ്ട്. അതെ, ആ ഒരു ഡീഡ് വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങളും ഡോക്യുമെന്റുകളുടെ എല്ലാം പേര് അതില് എഴുതിയിട്ടുണ്ട്. അതെല്ലാം സൂക്ഷിച്ചിട്ടുള്ള ഒരു കാസ്കറ്റാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു ഭൗതികദേഹം അടങ്ങിയ പേടകം വഹിക്കുന്നവര് അവര് ആരാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക പദവികളുണ്ടോ? അങ്ങനെ അതിനെക്കുറിച്ച് ജോഷിയച്ചന് അറിയാവോ? എനിക്ക് നിശ്ചയമില്ല. എനിക്ക് നിശ്ചയമില്ല. വത്തിക്കാനിലെ ഉദ്യോഗസ്ഥരായിരിക്കും, സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്, ആരെങ്കിലും ആയിരിക്കും. നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഈ റോമായുടെ വീഥികളിലൂടെ പാപ്പ എത്രയോ പ്രാവശ്യം നടന്നു പോയിരിക്കുന്നു. എത്രയോ വ്യക്തികളെ കണ്ടിരിക്കുന്നു. എത്രയോ മനുഷ്യരുമായി സംവദിച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്ന എത്രയോ ഭിക്ഷക്കാർ ആ റോഡരികിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ അവിടെ ഉണ്ടാകും. മരിയമജോറയിൽ ചെല്ലുമ്പോൾ ദരിദ്രരും ഭവനരഹിതരും തടവുകാരും ഭിന്നലിംഗക്കാരും കുടിയേറ്റക്കാരുമായിട്ടുള്ള 40 പേര് പ്രത്യേകമായ ഹോമേജ് നൽകുന്ന പുഷ്പങ്ങൾ അർപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് പാപ്പയുടെ മനസ്സാണ്. ആ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ ആദ്യം മുതൽ ചേർത്ത് നിർത്തിയ പാപ്പ തന്റെ അന്ത്യനിമിഷത്തിലും അവരെ ചേർത്ത് നിർത്തുന്നു. അദിയോസ് പാദ്രേ മൈസ്ത്രോ ലോസ് യോവനസ്. അത് പാപ്പാക്ക് അദിയോസ്. യെസ്, യെസ്, അദിയോസ്. ഞങ്ങള് യാത്രാമാങ്കളൊക്കെ നേരുന്നു. വലിയൊരു ജസ്റ്ററാണ് കേട്ടോ. കാരണം ഫ്രാൻസിസ് പാപ്പ എപ്പോഴും ഒരു തീർത്ഥാടക സ്വഭാവത്തിൽ ആ വത്തിക്കാനിൻ്റെ സിസ്റ്റൈൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ഉള്ളിലേക്കാണ് പേടകം വഹിച്ചുകൊണ്ട് പോകുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അധികം താമസമില്ലാതെ തന്നെ പാപ്പായുടെ മൃതദേഹം വാഹനത്തിൽ അവിടെ നിന്ന്
വലിയ മജോറയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. തീർത്ഥാടക സഭയുടെ ഭാഗമായി ഒരു അംബാസഡർ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദൂതനായി അല്ലെങ്കിൽ പ്രവാചകനായിട്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തിൽ ജീവിച്ചത്. അതേ ആവേശത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹത്തെ നാം യാത്രയാക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യകർമ്മങ്ങളിൽ നാം പങ്കുകാരായി മാറുന്നതും. ഈ ഫ്ലോറിലിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, നമ്മുടെ ബെനഡിക്ട് പാപ്പായുടെയും ആ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ ഇതുപോലെ പങ്കുചേർന്ന് നോക്കുകയാണ്. ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ് ജോഷിച്ച, ഇങ്ങനെ മാർപ്പാപ്പമാരുടെ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്നു. ആ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായി തീരാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മരണം അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, ബെനഡിക്റ്റ് പാപ്പ, ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ, ഇങ്ങനെ മഹാരഥന്മാരുടെ കാലത്ത്, മഹാവിശുദ്ധരുടെ കാലത്ത് ഈ ലോകത്തിന് വെളിച്ചം നൽകിയ മനുഷ്യരുടെ കാലത്ത് നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവരുടെ ഇതുപോലുള്ള കർമ്മങ്ങളിൽ, അവരുടെ മൃത സംസ്കാര ചടങ്ങുകളിലൊക്കെ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നു. ഇവിടെ നേരിട്ട് എന്ന് വെച്ചാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും വലിയൊരു യോഗമാണ്, ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഇത് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകമാണ് നമ്മൾ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സന്ധ്യ സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച പ്രത്യാശയുടെ പ്രവാചകനായിരുന്നു ഫ്രാൻസിസ് പാപ്പ. വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി. വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച പ്രത്യാശയുടെ പ്രവാചകൻ. അതൊരു വലിയൊരു പ്രകാശം. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ആ ഒരു പ്രകാശം ഏറെ കാലം നമ്മുടെ സഭയെയും സമൂഹത്തെയും പ്രകാശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കുമില്ല. അദ്ദേഹത്തിന്റെ ആ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് ലൗദാത്തോ സിയും അതുപോലെ തന്നെ ഫ്രത്തേല്ലി തൂത്തിയും ഗൗദേത്തെ എക്സൽട്ടാത്തെ അപ്പസ്തോലിക പ്രബോധനവും എവാഞ്ചലി ഗൗദിയവും അമോറിസ് ലെത്തീസിയയും ക്രിസ്തുസ് വീവ്യത്വം, ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് കാലാനുസൃതമായ രീതിയിൽ സഭ നവീകരിക്കപ്പെടണമെന്നതിൻ്റെ വലിയ സൂചനകളാണ് അദ്ദേഹം നൽകിയത്. നമ്മളിപ്പോൾ കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ അച്ഛൻ ജോളിയച്ചനും പറഞ്ഞു, ജോഷിച്ചനും സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ബെനഡിക്ട് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ ഒരു മൃതദേഹം ഇതുപോലെ തന്നെ അന്ന് ക്രിപ്റ്റിലേക്ക് കൊണ്ടുപോയി. കിട്ടിയില്ല. അന്ന് കർട്ടൻ അവിടെ വീഴുകയായിരുന്നു. പിന്നീടായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷെ ഇന്ന് അതിൽ കൂടുതൽ ഒരു തിരുക്കർമ്മങ്ങളാണ്. മറ്റ് മാർപ്പാപ്പന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ചില തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയുണ്ടായി. എങ്ങനെയാണോ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അൾത്താരയിൽ നിന്ന് പുറത്തേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ഭൗതികദേഹം അടങ്ങിയ പേടകം കൊണ്ടുപോയത്, അതുപോലെ തന്നെ കർദിനാൾമാരുടെ നടുവിലൂടെ തന്നെ തിരികെ ആ അൾത്താരയിലെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയെ നമ്മളിപ്പോൾ, അതൊരു പുതുമയാണ്. ഇതാണ് നേരത്തെ ജോഷിയച്ചൻ സൂചിപ്പിച്ചത്. നമ്മുടെ വത്തിക്കാനിലുള്ള 6 മണികൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിലൊരു മണിയാണ് ഇപ്പോൾ അടിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത 7 മീറ്റർ ചുറ്റളവിൽ ഉള്ള ഒരു മണിയാണ്. അതിൻ്റെ ഭാരം തന്നെ അത് 11 ടൺ ഭാരം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നത്. ആ മണിനാദമാണ് അതിൻ്റെ മണിനാദം വളരെ സുന്ദരമാണ്. അതിൻ്റെ മുകളിൽ ആ ക്ലോക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെസ്, ഇനിയുള്ള വിഷ്വൽസ് എങ്ങനെയാണെന്ന് ബസിലിക്കയ്ക്ക് പുറത്ത് നമ്മളിപ്പോ കാണുന്നുണ്ട് ഈശോയുടെയും അപ്പസ്തോലന്മാരുടെയും രൂപങ്ങള് മുകളില് സ്ഥാപിച്ചിരിക്കുന്നതും ഇൻ ഓണോറെ പ്രിൻസിപ്പിസ് അപ്പസ്തലോറും, അവിടെ
സെയിന്റ് പീറ്ററിന്റെ ഓണറിന് വേണ്ടി എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. സാധിക്കും